ഈ പശ്ചിമ ബംഗാളിൽ കത്തുന്ന വിഷയമാണ് ഡോക്ടറുടെ മരണം. സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. അതായത് ഇനിയൊരു ബലാത്സംഗമോ കൊലപാതകമോ വനിതയുടെ കൊലപാതകമോ ഉണ്ടാകുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. ഈ മമതയ്ക്ക് യഥാർത്ഥത്തിൽ അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ മമതയുടെ ഒട്ടേറെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ മമത അതിനൊരു ലാഘവത്തോടെ എടുത്തിട്ടുണ്ടോ ആ ഒരു സംഭവത്തിനെ? അതിപ്പം കേരളത്തിലൊരു ഡോക്ടറെ കൊല ചെയ്യപ്പെടാൻ നമ്മൾ ഞെട്ടി. കാരണം നമ്മൾ അത്ര ലാഭത്തോടെ എടുക്കാൻ നമുക്ക് പറ്റില്ല. അമേരിക്കയിലാണെങ്കിൽ ആ ഞെട്ടൽ വിറയലായി മാറും. അവിടെ ബംഗാൾ ഇതൊക്കെ നടക്കുന്നതാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വയലൻസ് ഒക്കെ നടക്കുന്നതാണ്. അതുകൊണ്ട് വയലൻസിൻ്റെ നാടാണ്, കേന്ദ്രമാണ് ബംഗാൾ. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമാകുമെന്ന് കരുതിയല്ല. ആത്മഹത്യ എന്നുള്ള വിവരമല്ലേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഏതായാലും അവർക്ക് ഇതിന് നേരിട്ട് പങ്കുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലില്ല. ഇതിന് പിന്നെ ഒരു ലോബിയുണ്ട്, ഒരു മെഡിക്കൽ ലോബിയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ആ മെഡിക്കൽ ലോബിയാണ്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ലോബിയായിട്ട് വളരെ ബന്ധപ്പെട്ട ആളാണ് അന്നത്തെ പ്രിൻസിപ്പൾ. എന്താ സുനില് എന്നാൽ അതിൻ്റെ പേരെന്താ? അപ്പോൾ അവനെ ആത്മഹത്യ എന്നാ പറഞ്ഞത്. ഇത് ഇത്രയും കണ്ടാലോ, ഇത്രയും വയലൻസ് ബോഡി കണ്ടാൽ എന്ന് അവർക്ക് അറിയില്ലേ, ഇവൻ ഡോക്ടറല്ലേ. അപ്പം അതവിടുത്തെ മെഡിക്കൽ മാഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ ഒരു ആൺകോയ്മയുടെ വയലൻസും ഉണ്ട്. ഈ പെൺകുട്ടി പലപ്പോൾ ഈ ഗുണ്ട ഇതിൽ പൂർണ്ണമായി നിരപരാധിയൊന്നും ആയിരിക്കില്ല, അവനെ ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ മറ്റേ ഇപ്പോൾ അടുത്ത് വന്ന ഉണ്ണികൃഷ്ണൻ്റെ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടറിനെ റേപ്പ് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ആ സിനിമയിലെ പ്രധാനപ്പെട്ട സീന് റേപ്പ് ചെയ്യുന്നത് ഒരു കാട്ടുവാസിയാണ്, പക്ഷേ അത് കൊട്ടേഷനായിരുന്നു. ഇതുപോലെ തന്നെ ഭീകരമായ റേപ്പായിരുന്നു ആ സിനിമയിൽ. അത് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാകുന്ന സിനിമയാണ്. നല്ല പടമായിരുന്നു, മമ്മൂട്ടി നായകനായിട്ടുള്ള, പേര് ഞാൻ മറന്നു. പക്ഷേ ആ പടം വലിയ രീതിയിൽ ഓടിയില്ലെന്നു. നല്ല ഉണ്ണികൃഷ്ണൻ നല്ല സിനിമകളൊന്നാണ്. അപ്പം ആ രീതിയിൽ ഒരു പിന്നെ ഈ കുട്ടി ചിലപ്പോൾ ഇവനെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇവൻ്റെ നമ്മളെ എന്നെ നിങ്ങളൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ചോദ്യം ചെയ്ത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളവരെ കാണുന്നത് നമ്മളെ ഈ പറഞ്ഞ മറ്റു സുഹൃത്തുക്കളെ അവിടെ ഒന്നും അതല്ല. ഒരു പെണ്ണ് ശബ്ദം ഉയർത്താൻ പാടില്ല, പെണ്ണ് ചോദ്യം ചെയ്തു. സ്വാഭാവികമായിട്ട് ഈ കുട്ടീൻ്റെ അടുത്ത് എന്താ അറ്റാക്ക് ചെയ്യാൻ പോയ സമയത്ത് അവൾ അടിച്ചിട്ടുണ്ടോ, മൊത്തം അടിച്ചിട്ടുണ്ടോ? അതാണ് അവന് ഇത്രയും വയലൻ്റ് ആവാൻ കാരണം. പിന്നെ ചിലപ്പോൾ വേറെ ആളുകൾ കൂട്ടത്തിലുണ്ടാവും. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു മെഡിക്കൽ ഓട്ടോപ്സിയുടെ റിപ്പോർട്ടൊക്കെ ഞാൻ ചിലതൊക്കെ കേൾക്കുകയുണ്ടായി. കേട്ടതനുസരിച്ച് എനിക്കത്ര വാക്ക് അത് പറയാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും വയലൻസ് പറയാൻ. ഭയങ്കര വയലൻസാണ് നടന്നിട്ടുള്ളത്. ഇതിനകത്ത് സുപ്രീം കോടതി ഒരു ദൗത്യ സേന ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി വളരെ ഗൗരവത്തിൽ ഈ സംഭവത്തെ കാണുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി കാണുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്. വ്യാഴാഴ്ചയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഇത് രണ്ട് കാര്യമുണ്ട്. ഇത് ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ എതിരായിട്ട് ഒരു സ്റ്റേക്ക് ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് ആ കുടുംബത്തിൻ്റെ കൂടെ. കേന്ദ്ര ഗവൺമെൻറ് ആണെന്നല്ലേ പിന്നെയും ഏതെങ്കിലും രീതിയിൽ കോടതിയൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ളൊരു ഘടകം. കേന്ദ്ര ഗവൺമെൻറ് വേറൊരു സ്റ്റേക്ക് ഇല്ല. അപ്പോൾ സുപ്രീം കോടതി ഞാനോ നിങ്ങളാണ് അവിടെ ഇരിക്കുന്നത്, നമ്മൾ ഇതേ നിലപാടാണ് എടുക്കുക മനുഷ്യന്മാരെന്ന രീതിയിൽ. അപ്പോൾ ആ നിലപാടാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് വേറെ സ്റ്റേക്ക് ഇല്ല. മമതയെ സംബന്ധിച്ചിടത്തോളം മമത നേരിട്ട് ഇതിൽ ഇൻവോൾവ് അല്ല. പക്ഷേ മമതയുടെ ചില നടപടികൾ, പക്ഷേ മമതയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലൊക്കെ ആരോഗ്യ വകുപ്പിന് ചിലപ്പം ബന്ധം ഉണ്ടാവാം. മമതയാണ് ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത് അവിടെ. നേരിട്ട് അവരെ ഭരിക്കുന്നത് പോലീസ്, ആഭ്യന്തരവും ആരോഗ്യവും. ഇതിൻ്റെ ഒരു കാര്യം, മമത ആഭ്യന്തരം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യവും ഇത് അറിയണമെന്നില്ല. അവർക്ക് നേരിട്ട് അതിൽ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളാരും പറയുന്നില്ല, ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ പക്ഷേ ഈ വകുപ്പിൽ ഇതൊക്കെ നടക്കാം. അപ്പം മന്ത്രി അറിയണമെന്നില്ലല്ലോ. പല വകുപ്പിലും ഒരു മെഡിക്കൽ കോളേജിലോ അങ്ങനെ ഒരു നെക്സസ് നടക്കുന്നത്. ഈ കുട്ടി ഇത്തരം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുമെന്നുള്ള പേടിയായിരിക്കാം ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതായത് പ്രിൻസിപ്പലിനെതിരെയാണ് ആദ്യ ആരോപണം വരുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തുന്നതിന് പകരം പ്രിൻസിപ്പലിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. പിന്നെ ഉള്ളത്, അവിടെ ഈ സെമിനാർ ഹാളിനോട് ചേർന്ന് പണി നടക്കുമായിരുന്നു, അത് തുടർന്നേ കൊണ്ടുപോയിരുന്നു. ഇവിടെ ഈ കൊലപാതകം നടന്നു, ആ ബോഡിയുടെ, അപ്പം ആ ഇത് നടക്കുമ്പോൾ പണി നടക്കുക, അതിനോട് ചേർന്ന് തന്നെ പണി നടക്കുകയാണ്, അതിനും അനുമതി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള ആളുകളുടെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു. പക്ഷെ അത് മമതയ്ക്ക് നിർത്തിവെക്കാമായിരുന്നു, അവർക്ക് ഇടപെടാമായിരുന്നു ആ സമയത്തൊക്കെ. അതിലവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാവും. ആ വീഴ്ചകളാണ് അവരെ ഇപ്പം ഈ പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അവരത് കഴിഞ്ഞിട്ട് ജാഥയൊക്കെ നടത്തി. അല്ല, അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം. ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ അവഗണിച്ചാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ തെളിവ് നശിപ്പിക്കലായിരുന്നവിടെ അവരുടെ വിലയാണ് കേസെടുക്കാം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെയും പെടുത്തി ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ സാക്ഷിമൊഴി കൊടുക്കുകയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനെ കേസെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ലീഗൽ എക്സ്പെർട്സാണ് അത് പറയേണ്ടത്. പക്ഷേ ഞാനിതുവരെ നോക്കിയ സമയത്ത് അവർ പൊതുവേ അവിടെ അട്രോസിറ്റീസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പേരങ്ങനെ നേരിട്ട് ഈ സിൻഡിക്കേറ്റുമായിട്ട് അവരെ ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടില്ല.
വേറെ പല ഇപ്പം ശാരദാ ചിറ്റ് ഫണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെ ഈ മെഡിക്കൽ ഈ ക്രൈം സിൻഡിക്കേറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടിട്ടില്ല. തൃണമൂലിൻ്റെ പ്രവർത്തകനാണ് ഇതിനകത്തുള്ളത് എന്നുള്ള രീതിയിലൊരു അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ആയിരിക്കും. തൃണമൂൽ അത് ഭരിക്കുന്ന സമയത്ത് ഈ തൃണമൂൽ പുറത്തെന്നാണ് നിങ്ങൾക്ക് അറിയാലോ. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം വെച്ചാൽ നല്ലൊരു ആരാ അധികാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. കേരളത്തിൽ തന്നെ ഇപ്പോൾ CIT INTUC നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സർവീസ് സംഘടനകൾ ഭരണം വരുമ്പോൾ ഭയങ്കരമായിട്ട് മെമ്പർഷിപ്പ് വരും. ഭരണം പോകുന്നതോട് കൂടിയിട്ട് അവരുടെ മെമ്പർഷിപ്പ് താഴുകയും ചെയ്യും. അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ ഈ ഉഡായ്പ ടീംസ് ആദ്യം മാറും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അത് പല യൂണിയനുകളിലെ വനം വകുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വകുപ്പുകൾ ഭരിക്കുന്ന വരുന്ന ഘടകകക്ഷിയുടെ യൂണിയൻ ആ സമയത്ത് 5 വർഷം ആ മന്ത്രി ഇരിക്കുന്നിടത്തോളം ആ യൂണിയനുകൾ ഭയങ്കര പ്രസക്തമല്ല, സ്ട്രോങ് ആയിരിക്കും. ആ മന്ത്രി മാറി അടുത്ത മന്ത്രിസഭ വരുമ്പോൾ ഈ പണ്ടിട്ടാണ് ഈ ബാലകൃഷ്ണപിള്ളയുടെ ഒക്കെ യൂണിയനുകൾ KSRTC-യിലൊക്കെ ലൈവ് ആയിരുന്ന സമയത്ത് അത് ഉദ്യോഗസ്ഥന്മാരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. രണ്ടാമത് ഈ ക്രൈം സിൻഡിക്കേറ്റ് സംബന്ധിച്ച് അവർക്ക് അതിൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. അവർ ചിലപ്പോൾ ആ പാർട്ടിയായിട്ട് ബന്ധമുണ്ടാവുന്നില്ല, പക്ഷെ അവർക്ക് അതിൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. പിന്നെ തൃണമൂൽ അത്ര ഒരു പരിശുദ്ധമായ പാർട്ടി ഒന്നല്ലല്ലോ, അത് ബേസിക്കലി ഗുണ്ടാ സംഘമാണ്. ഈ പ്രിൻസിപ്പലിനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതായത് അയാൾ ശരിക്കും വല്ല സോവിയറ്റ് റഷ്യയിലൊക്കെ പണ്ടത്തെ സോവിയറ്റ് റഷ്യയിലൊക്കെ ആണെങ്കിൽ ജനകീയ വിചാരണ നടത്തി ഇപ്പോഴേക്ക് വെടിവെച്ച് കൊല്ലണ്ടവനാണ്. ഇതിനെ ആത്മഹത്യയാക്കാൻ ശ്രമിച്ചു അതാണ് അയാളെ ഇത് കൊലപാതക സംബന്ധിച്ചിട്ട് കേസെടുക്കേണ്ടതാണ്. അല്ല ഇയാൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ആത്മഹത്യ ഒരു ഡോക്ടർക്ക് മനസ്സിലായിരുന്നു ആത്മഹത്യ ശ്രമമല്ല. നമ്മൾ കേട്ടിടത്തുള്ള ആ കുട്ടിയുടെ ഭയങ്കരമായിട്ടുള്ള വയലൻസ് ആ ശരീരത്തിൽ നടന്നത്. ആത്മഹത്യയാണ് ഇത്രയും വയലൻസ് നടക്കും. ഒരാൾക്ക് ഇത്രയും വയലൻസ് ചെയ്യാൻ പറ്റുമോ? അതാണ് അതിൻ്റെ ഒരു കാര്യം. അതിനെ ആത്മഹത്യയാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഡോക്ടറെ ഈ പ്രിൻസിപ്പളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വ്യക്തിപരമായും ഈ ഭാര്യ എന്തോ സർജറി കഴിഞ്ഞ് വന്ന സമയത്ത് ഒക്കെ അവരെ ആ ദിവസം ചവിട്ടുകയോ മർദ്ദിക്കുകയോ ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അയൽവാസികളുടെ ഈ രീതിയിലൊക്കെ പ്രതികരിക്കുന്നവന്മാർ ബേസിക്കലി സൈക്കോ ആയിരിക്കും. പിന്നെ ഇവരെ സംരക്ഷിക്കുമെന്നൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടാവും. അതാണ്. പക്ഷേ ഇത് ഇത്രയും മീഡിയയും മറ്റും ഏറ്റെടുത്തോട് കൂടിയിട്ട് ഇതൊരു കോടതി ഇടപെട്ടോട് ഇപ്പം സംരക്ഷിക്കാൻ ആരും ശ്രമിച്ചാൽ തന്നെ എളുപ്പമല്ല. പക്ഷെ വേറെ കാര്യം നടക്കാം. 3-4 വർഷം കഴിയുമ്പോൾ നമ്മളെ ഓർമ്മയുടെ ബാക്ക് ബർണറിലേക്ക് വിഷയം പോകും. അന്നപ്പോൾ ഇവനെ തിരിച്ചെടുക്കാം. അതൊക്കെ സംഭവിക്കും. നമ്മൾ ലൈവായിരുന്നാൽ മാത്രമേ ഇത് എടുക്കൂ. ഈ മറ്റവനെ തൂക്കിക്കൊല്ലും, പക്ഷെ ഇവനെ തിരിച്ചെടുക്കാൻ പറ്റും. ഇത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു കാര്യം കുറച്ച് നീ ഒന്ന് സഹിക്കും, ബാക്കി നമ്മൾ പിന്നെ ശരിയാക്കും. 2 വർഷം കഴിയുമ്പോൾ ന്യൂസേ ഇല്ലാതാവും. ഈ വീട്ടുകാർ ബംഗാളിൽ വേറൊരു കാര്യമുണ്ട്. ബംഗാൾ എന്ത് കുറ്റകൃത്യം ചെയ്താലും തൃണമൂലിന് BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി പിടിക്കും. പല കേസുകളും സംഭവിച്ചിട്ടുണ്ട്. അതിപ്പം രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമില്ല, അവിടുത്തെ വയലൻസിൽ അധിഷ്ഠിതമായ സൊസൈറ്റിയാണ്. അപ്പം അധികാരത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പളാണോന്നില്ല, ഇതിന്റെ പിന്നിലൊരു ഗ്യാങ് ഉണ്ടാവും. അവർ കൂടെ പറയാൻ മതിയല്ലോ, ഒരു വലിയ ഗ്യാങ് ഉണ്ട്. പിന്നെ അതിൽ കോടതിയുടെ ഒരു സൂപ്പർവിഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കില്ല വിചാരിക്കും. കോടതി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. 2 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. CBI ഇതിനെക്കുറിച്ച് ആശുപത്രിയിലുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് സംസ്ഥാന സർക്കാരും CBIയും കൂടെ വ്യാഴാഴ്ച റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി കൃത്യമായ ഇടപെടൽ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കോടതിക്കും മനസ്സിലായെന്ന് തോന്നുന്നു, ഞങ്ങളിത് ഇടപെട്ടില്ലെങ്കിൽ ഇതിനൊരു നീതി കിട്ടാതെ പോകും എന്ന് ഒരുപക്ഷെ കോടതിക്കും തോന്നിയിട്ടുണ്ടാവും. അല്ല, അത് കോടതിക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. കോടതിക്ക് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന് ഈ ഫീൽ ഉണ്ട്. അതിപ്പം ഹൈദരാബാദിൽ നടന്ന റേപ്പ് കേസിൽ ഇതൊക്കെ തന്നെ അല്ല സംഭവിച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആളുകൾ സപ്പോർട്ട് ചെയ്തതല്ലേ. അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആളുകൾ പൊതുവെ ക്ഷമിക്കില്ല. അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് അതിലൊരു സ്റ്റേക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതില്ലാതെ സോഫ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അവർ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. മമതയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. ആ വളർച്ചയുടെ ഒരു വീഴ്ചയിലേക്കുള്ള തുടക്കമാണോ? സ്ത്രീകളൊക്കെ എതിരാവും. സ്ത്രീകളെതിരാണ്. BJP-ക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചാൻസ്. പക്ഷേ കോംപ്രമൈസ് ചെയ്യരുത്. BJP-ക്ക് ഒരു പ്രശ്നം വെച്ചാൽ ഈ വളർച്ചയ്ക്ക് വേണ്ടി ഇപ്പം അവിടെ തന്നെ പറ്റിയതാണ്. ഈ തൃണമൂലിലെ സകല അഴിമതിക്കാരനെയും പിടിച്ച് BJP ചേർത്തു. അതൊക്കെ തിരിച്ചുപോയി. അതോടുകൂടി BJP-യുടെ ഇമേജ് പോയി. ഇവനൊക്കെ കിട്ടിയിട്ട് അധികാരത്തിൽ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതിലും ഭാവിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന തലത്തിലേക്ക് പോകുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ UP-യിൽ ഉനാ പോലുള്ള കേസുകളിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് BJP-നെ. ഉന്നയിൽ റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം BJP നേതാക്കന്മാരുടെ ലോക്കൽ നേതാക്കന്മാരുടെ പേരൊക്കെ വന്നായിരുന്നല്ലോ. വലിയ ഡിസ്കഷൻ ആയതാണ്. ഗുസ്തി താരങ്ങളുടെ പ്രശ്നം ഈ ഇലക്ഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അവർക്ക്. അന്ന് മോഡി ഇല്ലാത്ത സമയത്ത് അത് കൃത്യമായി ഇടപെടേണ്ട വിഷയമായിരുന്നു എന്നാണ് മോഡി ഉണ്ടാക്കിയ ഇമേജ് വെച്ച് ആളുകൾ വിചാരിക്കുക. പക്ഷെ ആ രീതി ഇടപെടൽ അതിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ BJP നേതാക്കന്മാർ തന്നെ ഗുസ്തി താരങ്ങൾക്കെതിരെ മത്സരിക്കേണ്ടതാണ്. ഇപ്പോൾ തവണ ഫെഗോട്ട് ഒളിമ്പിക്സ് അവിടെ അതിൻ്റെ വഴി മോഡിൻ്റെ തലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.